ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് കമലയും മീരയും അനൂപും. അവിടെ വന്നപ്പോൾ ഒരു ബഹളവും ആരെയും കാണുന്നില്ല. വളകാപ്പിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അവന്തികയും സച്ചിയും ഒക്കെ അവിടേക്ക് വന്നു. ഈ ചടങ്ങ് മുടങ്ങിപ്പോയെന്ന രീതിയിലുള്ള സംസാരമാണ് അവന്തിക സംസാരിച്ചത്. ഇത് കേട്ടുകൊണ്ട് സച്ചി അവിടേക്ക് വരികയും ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആര് പറഞ്ഞു വളകാപ്പ് ചടങ്ങ് മുടങ്ങിയെന്ന്? ആരെന്ത് വിചാരിച്ചാലും ഈ ചടങ്ങ് നടത്തുക തന്നെ ചെയ്യും. എങ്ങനെയും ഞാൻ ഇത് നടത്തിയേ അടങ്ങൂ എന്ന ഒരു വാശിയിൽ തന്നെയാണ് സച്ചിയുടെ സംസാരം. എന്നാൽ അവന്തിക അവരോട് പറയുന്നുണ്ട്, ഇത് ശരിയല്ലെന്ന് നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് പറഞ്ഞ്. എന്നെ ആരും മനസ്സിലാക്കി തരണ്ട. കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതിൻ്റെ പേരിൽ മാറ്റിവെക്കേണ്ട ഒരു ചടങ്ങല്ല ഇത്. നിങ്ങളെല്ലാവരും അകത്തിരിക്കെ. അർച്ചന മുറിയിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അവന്തികയെ ഒന്ന് നോക്കി ചിരിക്കുകയാണ് മീര. എന്നിട്ട് മുറിയിലേക്ക് പോകുന്നു. അനൂപും കമലയും പോകുന്നുണ്ട്. ഈ സമയം സച്ചി അവന്തികയോട് പറയുന്നുണ്ട്, കുത്തിത്തിരിപ്പുണ്ടാക്കി അച്ഛൻ്റെ മനസ്സിൽ വിഷം നിറച്ചത് നിങ്ങളാണെന്ന് എനിക്കറിയാം. നന്ദേട്ടൻ ഈ അവസ്ഥയിലായിപ്പോയത് നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി നന്ദേട്ടൻ തരുമായിരുന്നു. നിങ്ങളുടെ എല്ലാ ഉടായ്പകളും അറിയാമായിരുന്നിട്ടും ഞാനും അർച്ചനയും അതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളും നന്ദേട്ടനും ഒരുമിച്ച് ജീവിക്കണമെന്ന് കരുതിയിട്ടാണ്. എല്ലാം മറന്ന് നന്ദേട്ടൻ നിങ്ങളെ ഒപ്പം ജീവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എഴുതി എന്ന ബഹുമാനത്തോടു കൂടി മാത്രമേ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാര്യയോടും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടും നിങ്ങൾ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ നിങ്ങളോട് ഞാൻ മോശമായി സംസാരിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതിനകത്ത് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ എഴുതി എന്ന സ്ഥാനം പോലും ഞാൻ മറന്നു പോകും. അതുകൊണ്ട് അവരവരുടെ ബഹുമാനത്തിനനുസരിച്ചുള്ള സ്ഥാനത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സച്ചി പോകുന്നു. ഇതിനെ ഒന്നും പറയാതെ അവന്തിക നിന്നു. സച്ചി പോയതിനു ശേഷം അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ അത് ശരി, പഴയ കണക്കുകൾ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചെന്നെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇത് എവിടം വരെ പോകുമെന്ന് നോക്കാം. തുടർന്ന് അർച്ചന വിഷമത്തോടെ മുറിയിലിരിക്കുകയായിരുന്നു. അവിടേക്ക് കമലയും മീരയും വന്നു. എന്തൊക്കെയാ മോളെ ഇവിടെ സംഭവിക്കുന്നത്? സേതുവേട്ടൻ എന്താ പറ്റിയത്? എന്നൊക്കെ കമല പറയുമ്പോൾ മീര പറയുന്നുണ്ട്, സംഭവിച്ചത് എന്താണെന്ന് അവന്തിക പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അങ്കിളിന് ആഗ്രഹമില്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ചടങ്ങ് നടത്താൻ പോയത്? അങ്കിള് പറഞ്ഞത് ന്യായമല്ലേ? നമ്മുടെ കമ്പനിയിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇവിടെ ആഘോഷം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ കേട്ടാ എന്ത് പറയുമേ? ഈ ചടങ്ങ് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. നീ ഒന്നും മിണ്ടാതിരിക്കോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എടി, കുത്തുവാക്ക് പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കാനാണോ നീ ഇവിടേക്ക് വന്നത്? എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. കേട്ടപ്പോൾ അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ചടങ്ങ് നടത്തേണ്ടത് ഞാനും പറഞ്ഞതാണമ്മേ. പക്ഷേ സച്ചിയേട്ടൻ എന്ന അർച്ചന ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സച്ചിയേട്ടൻ വാശി പിടിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, കമല പറയുന്നുണ്ട്, എന്തായാലും സേതുവേട്ടനെ അന്വേഷിച്ച് സന്ദീപും ധനുഷും പോയിട്ടുണ്ടല്ലോ, അവർ വരട്ടെ. ഇനിയിപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ചടങ്ങ് നമുക്ക് വേണ്ടെന്ന് വെക്കാം. സച്ചിയോട് ഞാൻ പറഞ്ഞോളാം. അങ്കിളിന്റെ ആഗ്രഹത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ അങ്കിളിപ്പോൾ ഇറങ്ങിപ്പോയത്? അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മീര പറയുമ്പോൾ ഇത് കേട്ട് അനൂപ് അവിടേക്ക് വന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി നീ അഭിപ്രായം പറയണ്ട. ഈ വീട്ടിലെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളും, മനസ്സിലായോ? ഓ, അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാ ഇപ്പോൾ എല്ലാം മുടങ്ങിയത്. നേരത്തെ ഇത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വരവ് ഒഴിവാക്കായിരുന്നു എന്ന് മീര. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടുത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും നിനക്കെന്താ അവകാശം? നമ്മൾ വന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്ന് അനൂപ് പറയുമ്പോൾ പരിഹാസത്തോടെ മീര പറയുന്നുണ്ട്, എന്നിട്ട് ആ ചടങ്ങ് ഇവിടെ പോയി? നടന്നാലും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള അനാവശ്യങ്ങൾ ഇനിയും നിന്റെ വായിന്ന് വന്നാൽ നീ എൻ്റെ കയ്യിന് വല്ലതും വാങ്ങിക്കുമെന്ന് അനൂപ്. അനൂപേട്ടാ, വേണ്ട. ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അല്ലെങ്കിലും എനിക്ക് സന്തോഷങ്ങളൊന്നും ഇല്ല, സന്തോഷിക്കാനുള്ള വിധിയില്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. എനിക്ക് അർച്ചന പറയുമ്പോൾ കമല പറയുന്നു, നീ അതൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട മോളെ. നോക്കിക്കോ, സേതുവേട്ടനുമായി അവരിപ്പോൾ ഇവിടെ എത്തും. സച്ചിയും അർച്ചനയും ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ ചടങ്ങ് മാറ്റിവെക്കേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ മീര പറയുമ്പോൾ അനൂപ് മീരയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. വെറുതെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ട. സത്യം അങ്ങനെ ഇല്ലാതാവുന്നതൊന്നല്ല എന്ന് പറഞ്ഞ് മീര പോകുന്നു. അച്ചു, നീ അവൾ പറഞ്ഞത് കേൾക്കണ്ട. ഈ അവസ്ഥയിൽ നീ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ടെന്ന് അനൂപ്. അനൂപേട്ട, സച്ചിയേട്ടൻ്റെ അരികിലേക്ക് ചെല്ല്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അച്ഛൻ ഇറങ്ങിപ്പോയതിൽ എന്നെ ഏറ്റവും കുറ്റപ്പെടുത്തുന്നത് ആ പാവത്തിനെയാണ് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അനൂപ് സച്ചിയുടെ അരികിലേക്ക് പോകുന്നു.
കമല അർച്ചനയുടെ അരികിൽ ഇരിക്കുന്നുണ്ട്. എന്താ അമ്മേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? ഇങ്ങനെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്തത് എന്നൊക്കെ അർച്ചന പറയുന്നു. മോളെ നീ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. ഇത് മോളുടെ കുറ്റമല്ല. സേതുവേട്ടൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. ഗർഭിണിയായിരിക്കുന്ന മോളുടെ അവകാശം തന്നെയാണ് ഈ വളകാപ്പ്. അതും ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സച്ചി വാശി പിടിക്കുന്നതിൽ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? പ്രായം അല്പം കൂടുതലുള്ള ആളല്ലേ സേതുവേട്ടൻ, ഇങ്ങനെ എടുത്തു ചാടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. സേതുവേട്ടൻ ഇങ്ങ് വരട്ടെ, എനിക്കും ചിലത് പറയാനുണ്ടെന്ന് കമല. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി യാതൊരു പ്രശ്നവും ആവരുതെന്ന് അർച്ചന. ഒരു പ്രശ്നവുമില്ല. വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിൽ പെണ്ണിൻ്റെ വീട്ടുകാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ ഒരു ആൽമര ചുവട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് സേതു. ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേസമയം അതുവഴി പോവുകയായിരുന്നു ധനുഷും സന്ദീപും. സേതു ആ ആൽമര ചുവട്ടിലിരിക്കുന്നത് അവർ കാണുന്നുണ്ട്. ദേ അച്ഛൻ എന്ന് ധനുഷ് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വണ്ടി അവിടേക്ക് കൊണ്ടുവരുന്നു. അവരെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളയുകയാണ് സേതു മാധവൻ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം അതൊക്കെ ഒന്ന് മാറ്റിവെക്കും. മറ്റെന്തിനേക്കാളും നമുക്ക് പ്രധാനം അർച്ചനയെടുത്തിയുടെ വളകാപ്പ് ചടങ്ങാണ്. സന്തോഷത്തോടെ ആ ചടങ്ങ് നടത്തേണ്ടത് നമ്മുടെ കടമയല്ലേ? അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ കാര്യത്തിൻ്റെ പേരിലായാലും അച്ഛൻ ഇറങ്ങിപ്പോയത് ശരിയായില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളോടൊപ്പം തിരിച്ചു വരണം എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അല്പം സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും എന്നെ ശല്യപ്പെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛനില്ലാതെ ചടങ്ങ് വേണ്ടെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അർച്ചന എടുത്തി. ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മയെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ മാത്രമല്ലേ നമ്മുടെ മനസ്സിലുള്ളൂ? അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോവില്ലായിരുന്നു. ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബം നൽകേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ വളകാപ്പ് ചടങ്ങ്. അർച്ചന എടുത്തി നമ്മുടെ വീട്ടിൽ വന്നത് മുതൽ അച്ഛൻ്റെ സ്നേഹം മാത്രമല്ല, ഒരു അമ്മയുടെ വാത്സല്യം കൂടി ആ എടത്തിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റാരേക്കാൾ നന്നായിട്ട് എനിക്കതറിയാം. ആ അച്ഛനാണോ അർച്ചന എടുത്തിയോട് ഇങ്ങനെ പെരുമാറുന്നത്? മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. ധനുഷ് അച്ഛനോട് പറയുന്നു. അച്ഛനോട് ഇത് ആവശ്യപ്പെടാനുള്ള ഒരു യോഗ്യതയും ഇല്ല എനിക്ക്. എന്നാലും സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ അച്ഛൻ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് ആ വീട്ടിൽ. 100% ആത്മാർത്ഥതയോടെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുമുണ്ട്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദയവ് ചെയ്ത് അച്ഛൻ മടങ്ങി വരണം, ഞങ്ങളുടെ എല്ലാം അപേക്ഷയാണെന്നും ധനുഷ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നെല്ലിശ്ശേരിയിലെ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. ഈ സമയം സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. എങ്ങനെയാണ് ഈ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടതെന്നും അറിയില്ല. ഈ സമയം ഒരു കോൾ വരുന്നുണ്ട്. സന്ദീപാണ് വിളിക്കുന്നത്. അച്ഛനെ കണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു. അമ്പലത്തിലുണ്ട്, പക്ഷേ അച്ഛൻ ചടങ്ങ് കഴിഞ്ഞിട്ടേ വരുമെന്നാ പറഞ്ഞത്. നീ അച്ഛന് ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാമെന്ന് സച്ചി. സച്ചിയേട്ടൻ ലൈനിലുണ്ട്. അച്ഛൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ സേതു പറയുന്നു, എനിക്ക് ആരോടും സംസാരിക്കേണ്ടെന്ന്. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായി, അത് അച്ഛൻ തന്നെ സച്ചിയേട്ടനോട് പറയുന്നു സന്ദീപ്. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ന് സേതു. നിങ്ങൾ പോയിക്കോ, ചടങ്ങ് കഴിഞ്ഞ് ഞാൻ അങ്ങ് വന്നേക്കാമെന്നും സേതു. അങ്ങനെ വാശി പിടിക്കല്ലേ അച്ഛാ, ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ, അച്ഛൻ്റെ മോനോടല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ ധനുഷും നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ സേതു ഫോണും വാങ്ങിച്ചു. നിനക്കെന്താ വേണ്ടത്? ഇവിടെയും സമാധാനം തരില്ലെന്നാണോ എന്നൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അച്ഛൻ അവരോടൊപ്പം തിരിച്ചു വരണം. അച്ഛൻ വന്നാൽ മാത്രമേ ഞങ്ങൾ ചടങ്ങ് നടത്തൂ. ഇപ്പോൾ വാശി പിടിക്കുന്നത് നീയാണ്. ഞാനില്ലെന്ന് കരുതി എന്താ കുഴപ്പം? ചടങ്ങ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് സേതു. ചടങ്ങ് നടത്തിക്കോളാം, പക്ഷേ അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്തില്ലെന്ന വാശിയിലാണ് അർച്ചന. അച്ഛൻ വന്നേ പറ്റൂ, അച്ഛനില്ലാതെ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തില്ലെന്ന് സച്ചി. നിനക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ എൻ്റെ തീരുമാനം ഇതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാനും പറയാം. 1/2 മണിക്കൂറിനുള്ളിൽ അച്ഛൻ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അർച്ചനയും കൂട്ടി ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്നും ഇറങ്ങിപ്പോകും. എങ്ങോട്ടെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഏതെങ്കിലും വാടക വീട്ടിലേക്ക്. പിന്നെ ഒരിക്കലും ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വരില്ല. നീ എടുത്തുചാടി വല്ലതും ചെയ്യരുതെന്ന് സേതു. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, അർച്ചനയും കൂടി എടുത്ത തീരുമാനമാണ് എന്ന് സച്ചി പറയുമ്പോൾ അത് കേട്ട് സേതു ഒന്ന് ഞെട്ടി. ഇതിനേക്കാൾ വലിയ മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല. ഈ ചടങ്ങിൽ അച്ഛൻ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അച്ഛൻ ഞങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? വരുന്നില്ലെങ്കിൽ അച്ഛൻ വരണ്ട, പക്ഷേ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാനും അർച്ചനയും ഈ വീട്ടിലുണ്ടാവില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്ത് വേണമെന്ന് അച്ഛന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് സേതു മാധവൻ. ഒരു നിമിഷം സച്ചി പറഞ്ഞതിനെ പറ്റി ഓർക്കുന്നു. എന്നാൽ സേതു അവനിക പറഞ്ഞതിൻ്റെ പേരിലല്ലായിരുന്നു വീട് വിട്ടിറങ്ങിയത്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സേതു ആ വീട് വിട്ടിറങ്ങിയത്. അച്ഛൻ എന്ത് തീരുമാനിച്ചു എന്ന് സന്ദീപ് ചോദിക്കുന്നു. തുടർന്ന് നെല്ലിശ്ശേരിയിലേക്ക് സന്ദീപ് തിരിച്ചു വരുന്നുണ്ട്. ധനുഷും അനഘ മുകളിൽ നിന്നും നോക്കുന്നുണ്ട്.
കൂടെ സേതുമാധവനും ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സേതുമാധവൻ. സന്തോഷത്തോടെ അനഘ പോകുന്നു. അർച്ചനയുടെ മുറിയിലേക്ക് എഴുതി എന്ന് വിളിച്ച് അനഘ എത്തി. എഴുതിയുടെ അനഘ എത്തി സന്ദീപും ധനുഷും കൂടി അങ്കിളിനെ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അർച്ചന പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സച്ചി സേതുവിന്റെ അരികിലേക്ക് വന്നു. എല്ലാവരും ഹാളിലെത്തി. അച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന സേതുവിന്റെ കാലിൽ വീഴുന്നു. എന്തിനാ അച്ഛ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് അച്ഛൻ എന്റെ കൂടെ വേണമെന്ന് മാത്രമല്ലേ? അച്ഛൻ്റെ മക്കളെ പോലെ പ്രിയപ്പെട്ടവളാണ് ഞാനും എന്നല്ലേ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. എന്റെ ജീവിതത്തിൽ ഈ നല്ല ചടങ്ങിന് ഇറങ്ങിപ്പോകാൻ അച്ഛന് എങ്ങനെയാ മനസ്സ് വന്നത്? അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ ഈ ചടങ്ങ് എനിക്ക് വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുമ്പോൾ അവന്തിക അവിടേക്ക് വരുന്നു. സേതു അവന്തികയെ നോക്കുന്നു. എന്താ അച്ഛൻ എന്നോടൊരു വാക്കുപോലും മിണ്ടാത്തത്? അച്ഛൻ എന്താ എന്നോട് ഇത്രയ്ക്കും വെറുത്തു പോയോ എന്നെ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. എനിക്കാരോടും ഒരു വെറുപ്പുമില്ല. പറയാനുള്ളത് ഞാൻ എല്ലാവരോടും മുന്നേ പറഞ്ഞതാണ്. എൻ്റെ മാനസികാവസ്ഥയും കൂടി എൻ്റെ മക്കളെ കണക്കിലെടുക്കണം എന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നു. അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കുഞ്ഞാണിത്. അച്ഛൻ്റെ പേരക്കുട്ടിയാണ് ഇവളുടെ വയറ്റിലുള്ളത്. എൻ്റെ അമ്മ ഇതുപോലെ ഗർഭിണിയായിരുന്നപ്പോൾ അച്ഛനും ഇതുപോലെ വളകാപ്പ് ചടങ്ങ് നടത്തിയതല്ലേ? അന്ന് ആരെങ്കിലും അത് നിഷേധിച്ചാൽ അച്ഛൻ അത് അംഗീകരിക്കുമായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്തേനെ? ഇവിടെ നടക്കുന്നതും നടക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ചാർത്തി എല്ലാവരും കൂടി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന നിലയിൽ എൻ്റെ സങ്കടം ആരെങ്കിലും മനസ്സിലാക്കിയോ? ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച അമ്മയുടെ സങ്കടം ആരും എന്തേ മനസ്സിലാക്കാതെ പോയത്? സ്നേഹയുടെ പ്രഗ്നൻസി മുതൽ കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതുവരെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയുടെയും ഈ കുഞ്ഞിൻ്റെയും തലയിൽ കെട്ടിവെക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അച്ഛൻ പറയേ, ഈ കുഞ്ഞിനോട് നമ്മൾ കാണിക്കേണ്ട കടമയല്ലേ ഈ വളകാപ്പ് ചടങ്ങ്? അച്ഛൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്യാനുള്ള അവകാശമില്ലേ എനിക്ക്? അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് സേതുവിനോട് കൈകൂപ്പി സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.